അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഹിന്ദു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. പക്ഷെ യാഥാർത്ഥ്യ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം, ഇവർ ഇടപെടൂല, അവരുടെ പ്രശ്നം കാണൂല, വർഗീയത മാത്രം തുപ്പം വായും തുറന്നു വരും. അപ്പം നമുക്ക് ഒരു മനുഷ്യൻ, ഒരു ഹിന്ദുവായ ഒരു മനുഷ്യൻ 2 വർഷമായി നരകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ കിടക്കുന്ന പോലെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആ മനുഷ്യൻ്റെ ഒരു കഥ കേൾക്കാം. കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനായ 60-കാരന്റെ താമസം ശുചിമുറിയിൽ. മുക്കം നഗരസഭയിലെ തെച്ചിയാട് വെള്ളിപ്പറമ്പ് വീട്ടിൽ സദാനന്ദനാണ് 2 വർഷമായി ശുചിമുറിയിൽ കഴിയുന്നത്. വീടില്ലാത്ത സദാനന്ദന 900 രൂപ വീട്ടുനികുതി അടയ്ക്കാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളെയും സംയോജിപ്പിച്ചുകൊണ്ട് സംഘാടകരാണ് ഇത് ഇത്രയും മഹത്തരമാക്കി മാറ്റിയിട്ടുള്ളത്. അല്ലാതെ സർക്കാർ തലത്തിൽ നിന്ന് ഇവരെ നിങ്ങൾ അറിയാമല്ലോ, രാവിലെ എണീച്ചത് തന്നെ പല്ല് തേക്കാതെ വന്നിട്ട് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവരാ. പക്ഷെ ഒരു ഹിന്ദു മതക്കാർ കഷ്ടപ്പെടുന്നത് പോലും ഇവരറിയില്ല, അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്നവരറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കില്ല. മുസ്ലിങ്ങൾ അപകടത്തിലാണ്, ക്രിസ്ത്യാനികൾ അപകടത്തിലാണ് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ന്യൂനപക്ഷമായ ആൾക്കാർ, ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ, അതും കേന്ദ്ര സർക്കാർ വരെ കയ്യിലുണ്ട്, ED ഉണ്ട്, NIA ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതെല്ലാം ഉണ്ട്. എന്നിട്ടും പറയുന്ന ഇവർ ഹിന്ദു അപകടത്തിലാണെന്ന്. ഇനി എന്താ ഇവർക്ക് കിട്ടാത്തത്, എന്താണ് ഇനി ഇവർക്ക് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു പാവപ്പെട്ട ദളിതരായ ഒരു വ്യക്തി, വയസ്സായ ഒരു മനുഷ്യൻ ബാത്റൂമിൽ കിടക്കുന്നു, നോക്കാൻ ആളില്ല. ഇതൊന്നും നോക്കാൻ ഒരു ഹിന്ദു സംഘടനയും ഇല്ല. വിഷകുത്തി വെക്കാൻ മാത്രം ഇവരൊക്കെ വരുന്നു നിങ്ങളിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. എന്നെ ആരും നിങ്ങൾ കുറ്റമായിട്ട് കാണേണ്ടത് കൊണ്ടുവന്നുകൊണ്ട്. മറ്റുള്ള മതക്കാർ എത്ര നല്ല രീതിയിൽ ഈ ഹൈന്ദവരായ ആൾക്കാരായ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്നറിയാം, ദളിതരായ ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്നറിയാം. അവരുടെ സഹായം പോലും ഇവരെ പോലെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്, വർഗീയത പറയുന്നത് കൊണ്ട് നിഷേധിക്കപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനിപ്പോൾ ക്രിസ്ത്യാനികളായിക്കോട്ടെ, പള്ളി തച്ചന്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളായിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ സഹായിക്കും. ഇപ്പം ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ വയസ്സായ ഒരു മനുഷ്യൻ, ഈ ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ആണെങ്കിൽ ഉണ്ടല്ലോ, 100 പേര് വരും വീട് വെച്ച് കൊടുക്കാനും സഹായിക്കാനൊക്കെ. ജസ്റ്റ് വാർത്ത മാത്രം ഒന്ന് പുറത്തു വന്നാൽ മതി, എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നോ സഹായിക്കാൻ. നിങ്ങൾക്കറിയാലോ, ഒരു കുടുംബത്തിനെ മൊത്തം കൊന്ന ആ ചെക്കൻ്റെ അവരുടെ പ്രശ്നം, കടം, എല്ലാം അവരുടെ വീട് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ട് അവർക്ക് വരെ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, കൊലപാതകം ചെയ്ത ഒരു പയ്യൻ്റെ കുടുംബത്തിന് വരെ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് മുസ്ലിം സമൂഹം, അതുപോലെ തന്നെ ക്രിസ്ത്യാനി സമൂഹം. അതുകൊണ്ട് മറ്റുള്ള മതക്കാരെ നമ്മൾ കുറ്റം പറയുന്നതല്ല, ഹിന്ദു മതക്കാരെ കുറ്റം പറയുന്നതല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വർഗീയത മാത്രമാണ്, വർഗീയത കുത്തിവെക്കാൻ മാത്രമാണ്. ഒന്നാലോചിച്ച് നോക്ക്. ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ പാവപ്പെട്ട ഹിന്ദുക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, അവരൊന്ന് സഹായിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ചിന്തിക്ക്, മുന്നോട്ട് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വർഗീയത കുത്തി വെച്ചിട്ട് തമ്മിലടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സഹായം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ല രീതിയിൽ എടുക്കുന്നു, പ്രതീക്ഷിക്കുന്നു.